ഇന്ത്യ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിന്റെ ജൈവ വൈവിധ്യങ്ങൾ നശിപ്പിക്കുന്നത് മാത്രമല്ല, നമ്മുടെ പൈതൃക സ്വത്തുകളും നശിപ്പിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഓണാഘോഷങ്ങളുടെ മറവിലാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത്. ഏറെ പ്രാധാന്യമുള്ള കനകക്കുന്ന് കൊട്ടാരവും അതുമായി ബന്ധപ്പെട്ട പാർക്കും ടൂറിസത്തിന്റെ മറവിലാണ് നശിപ്പിക്കുന്നത്. യാതൊരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി 15/9/2023 ഇത്തരം പൈതൃകങ്ങൾ സംരക്ഷിക്കണമെന്ന് വളരെ കൃത്യമായ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ, കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡ് പോലെയുള്ള സംവിധാനങ്ങൾ, ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ, ഇതെല്ലാം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പാടെ അവഗണിക്കുന്നു എന്നുള്ളത് ഏറെ ഖേദകരമാണ്. നമുക്കറിയാം, പ്രമുഖ ചാനലായ ഏഷ്യാനെറ്റ് അവരാണ് അത്തരത്തിൽ അവിടെ ഒരു പരിപാടി അവതരിപ്പിക്കുന്നത്. ഏഷ്യാനെറ്റ് ചാനലിൻ്റെ അടിയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഞങ്ങളുടെ ന്യൂസുമായി ബന്ധപ്പെട്ട്, ചാനലുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണമെന്ന്. അതെ, ഞങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങളെപ്പോലൊരു ചാനൽ ഇത്രയും നിയമ സംവിധാനങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല. അത് തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. തന്നെയുമല്ല, നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് നടന്നിരിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. നമ്മുടെ ഭരണഘടനാ ലംഘനങ്ങൾ, ജനാധിപത്യപരമായ സംവിധാനങ്ങളുടെ പിടിപ്പുകേടുകൾ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും വാർത്തയാക്കാതെ അപ്രധാനമായ കാര്യങ്ങളെ വാർത്തയാക്കിക്കൊണ്ട് നമ്മുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന സംവിധാനത്തിലൂടെ ആണ് കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ആവാസ വ്യവസ്ഥയും കേരളത്തിൻ്റെ പുതുതലമുറയുടെ നിലനിൽപ്പും തന്നെ അപകടത്തിലാവുന്ന തരത്തിലാണ് ഇവിടെ നിയമലംഘനങ്ങൾ കൊടികുത്തി വാഴുന്നത്. ഇതിനെതിരെ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണായി പ്രവർത്തിക്കേണ്ട മാധ്യമങ്ങൾ മിണ്ടാതിരിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം അപലനീയമാണ്. സാധാരണക്കാരുടെ ശബ്ദമാവേണ്ട മാധ്യമങ്ങൾ ഇത്തരത്തിൽ മൗനം പാലിക്കുകയും അവരുടെ റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടും അവരുടെ സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടിയും മാത്രം രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരുവാതിര കളിക്കുന്ന ഈ ഏർപ്പാട് ഒട്ടും ഭൂഷണമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചുകൂടെ ഉത്തരവാദിത്വത്തോടുകൂടെ പുതുതലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. സംസ്ഥാനത്ത് നടക്കുന്ന നിയമലംഘനങ്ങൾ, അതിതീവ്രമായ അധിക്ഷേപങ്ങൾ, ജനാധിപത്യത്തെ കൊല്ലുന്ന ഈ ഇടപെടലുകൾ, അതിനെല്ലാം എതിരെ മാധ്യമങ്ങൾ ശബ്ദിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പകരം നിങ്ങൾ കാണിക്കുന്നത് ഇവിടെ അനാവശ്യമായ ഒരുപാട്, പ്രത്യേകിച്ച് സാംസ്കാരിക രംഗങ്ങളിലുള്ള അപക്ഷയങ്ങളെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ സമൂഹത്തെ വഴിതെറ്റിക്കുന്നത്. അത് പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ ഈ വാർത്ത ചെയ്തത്, തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ അതിക്രമങ്ങളെക്കുറിച്ച് വാർത്ത ചെയ്തത് കേരളത്തിലെ ആകെ ഒരു പത്രത്തിൽ മാത്രമാണ്. ഷൈനു മോഹൻ എന്ന് പറയുന്ന ഒരേ ഒരു റിപ്പോർട്ടറാണ് ഈ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിനെ എതിരായിട്ടാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും ഈ പൈതൃക സമ്പത്ത് ഒരു കാരണവശാലും നശിപ്പിക്കാൻ പാടില്ല എന്നും അതിൻ്റെ കാര്യകാരണങ്ങൾ വെച്ച് വാർത്ത ചെയ്തത് ഒരേ ഒരു ലേഖികയാണ്. അവർക്ക് ഞങ്ങൾ ഒരു ബിഗ് സല്യൂട്ട് നൽകുന്നു. അതേപോലെ സാമൂഹ്യ ഉത്തരവാദിത്തം, സാമൂഹ്യ പ്രതിജ്ഞാബദ്ധത ഈ സമൂഹത്തോട് കാണിക്കാൻ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഉണ്ട്. അത് നിങ്ങൾ ചെയ്യണം. അതാണ് നിങ്ങളുടെ കടമ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഞങ്ങൾ കേരളത്തോടും ലോകത്തോടും ഈ കാര്യങ്ങൾ പറയുകയാണ്. നന്ദി.